ഇഫ് യു വിഷ്പേഴ്സ് വെൻ എസ്ലവ് ലിസ്റ്റിംഗ് 3 times ഇൻ ദ മിറർ ദർ ആൻസർ മൈറ്റ് ജസ്റ്റ് അപ്പിയർ സൂൺ. അപ്പോൾ എന്തായാലും സീഡിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ലിസ്റ്റിംഗ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. യു ഹേർഡ് ദ ന്യൂസ് എറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ സീഡിൻ്റെ ഒരു ഇത് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെ എസ്ലവ് ഈസ് ലിസ്റ്റിംഗ് ഇൻ ദിസ് മാർച്ച്. അപ്പോൾ എസ്ലവോ അപ്പോൾ സീഡ് എവിടെ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും സീഡിൻ്റെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ടെലിഗ്രാം ചാനലിൽ കയറാത്തവരാണെങ്കിലും ഇല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മസ്റ്റായിട്ട് കയറുക. ഒരുപാട് ലൂട്ട്സും അങ്ങനെയുള്ള പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്തായാലും ചാനലിൽ എല്ലാവരും ഒന്ന് കയറുക. അതേപോലെ തന്നെ നമുക്ക് സീഡിൻ്റെ അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ റീസെൻ്റ്ലി തന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു എസ്ലവ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സീഡ്, എന്താണ് എസ്ലവ്. അപ്പോൾ ഈ എസ്ലവ് ടോക്കൺ നമുക്ക് കിട്ടിയാലാണ് സീഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ എസ്ലവ് ടോക്കണിൻ്റെ ഈ ടോക്കൺ ഉപയോഗിച്ചിട്ടാണ് സീഡിൽ ഒരുപാട് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് റീസെൻ്റ് തന്നെ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എസ്ലവ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റിംഗ് എപ്പോഴാണെന്ന് വളരെയധികം ഡൗട്ടായി നമുക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എസ്ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് സീഡ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് അവർ ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെയോ ദുരൂഹതകൾ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് റീസെൻ്റ്ലി മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തന്നെ തൊട്ട് മുമ്പത്തെ അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ഇവർക്കൊരു മോൺ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോക്സ് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോക്സ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് സമയം എടുത്തു. ഇപ്പോഴാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ യു സിഡീസൺ ഓവർ 2 million ഓഫ് യു ഹാവ് സെക്യൂർഡ് യുവർ വൈറ്റ് ലിസ്റ്റ് സ്പോട്ട് ആൻഡ് നൗ ഇറ്റ്സ് ഗെയിം ടൈം. അപ്പോൾ ഇപ്പോഴാണ് അവർക്ക് അത് മനസ്സിലായത് ഞങ്ങൾ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10,000 ബോക്സസ് മാർച്ച് 18 ബൈ വിത്ത് സീഡ് ഓൺലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സീഡ് തന്നെ കൊടുത്തിട്ട് ബോക്സ് വാങ്ങാനുള്ളൊരു കാര്യം കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മേ ബി ഇങ്ങനെ ആയിരിക്കാം, ഇല്ലെങ്കിൽ വേറെ ആയിരിക്കും. ഞാൻ ഇവിടെ പറയുന്നതിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഇതിൻ്റെ മീനിങ് ആണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ദീസ് ബോസസ് വിൽ ഡിസപ്പിയർ ഫാസ്റ്റർ ദാൻ ഫ്രീ പിസ അറ്റ് ദ പാർട്ടി. ആൾ യു നീഡ് ടു ഡു ദ മാർക്ക് യുവർ കലണ്ടർ ആൻഡ് പ്രിപ്പയർ യുവർ സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ദ ബോക്സസ് ഗോൺ വാനിഷ് ഫാസ്റ്റ് മിക്സ് ഇറ്റ് മൈറ്റ് യു ബി സാഡർ ദാൻ എ കിഡ് ഹു ഡ്രോപ്പ് ദെയർ ഐസ്ക്രീം. അപ്പോൾ എന്തൊക്കെയൊക്കെയോ പ്രത്യേകതകളുണ്ട് ഈ ഒരു മൂൺ ബോക്സിൽ എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ NFTs ഉണ്ടാവും. NFTs എന്താന്ന് പറഞ്ഞാൽ ഒന്ന് അൺകോമൺ, അങ്ങനെയുള്ള അതിൻ്റെ ആ ബേർഡ്സിൻ്റെ NFT തന്നെയായിരിക്കും ഇതിലുള്ളത്. ഇത് മേ ബി ഈ NFT നമുക്ക് എന്താണ് ആ ഒരു ടോക്കൺ ലിസ്റ്റ് ആകുമ്പോൾ ടോക്കണാക്കി മാറ്റാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അതിനാണ് എത്രത്തോളം ഹൈപ്പ് കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇത് കളിയൊക്കെ നിർത്തി അപ്പത്തിൽ കുറച്ച് ഹൈപ്പൊക്കെ കൊടുക്കണമല്ലോ എന്നുള്ളൊരു കാര്യം വെച്ചിട്ടായിരിക്കും അവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ വൈ ഷുഡ് ഹാവ് എ മോൺ എന്നുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മോൺ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. വൈ യു നീഡ് എ സീഡ് മോഡ് ഇൻ ദ ന്യൂ എറ എന്ന് പറഞ്ഞാൽ ഒരു സീസൺ 2 ആണ്. അപ്പോൾ സീഡ് ഗോ ഈസ് ഗോയിങ് ലൈവ് സൂൺ. സീഡ് ഗോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ലൈവ് ആവാൻ പോകുന്നുണ്ട്. ആൻഡ് എവരി വൺ ആസ്കിങ് വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഡീൽ അബൌട്ട് സീഡ് മോൺ. ആരും ആസ്ക് ചെയ്തില്ല അത് എപ്പോഴാണ് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ് ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹിയർ ഈസ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് യു കാൻ ഹൺ ടോപ്പ് റിവാർഡഡ് വിത്തൗട്ട് അറ്റ്ലീസ്റ്റ് 1 സീഡ് മോൺ ബട്ട് തിങ്സ് ആർ നോട്ട് ഇൻ ദ സിമ്പിൾ. ഇഫ് യുവർ മോൺ സ്ക്വാറ്റ് എ ഗെറ്റർ ബിഗ്ഗർ ആൻഡ് യുവർ എനർജി ക്യാപ് വിൽ ബി ഇൻക്രീസ്. ഹയർ ക്യാപ് ഈസ് ഈക്വൽ ടു മോർ എസ്ലവ്, മോർ സീഡ് ആൻഡ് മോർ മിസ്റ്ററി റിവാർഡ്സ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ മിസ്റ്ററി എന്നാണ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു കൺക്ലൂഷൻ അവർ എന്ത് ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കൊരു ടിക്കറ്റ് അവിടെ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടിക്കറ്റിൽ നിങ്ങൾക്ക് എന്താണ് ഡെയിലി സീക്രട്ട് ഹണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദിസ് ഈസ് യുവർ ഗോൾഡൻ ചാൻസ് ടു സ്കോർ എ സീഡ് മോൺ ബോക്സ് വിത്ത് ഡിസ്കൗണ്ട് ടിക്കറ്റ് ഫ്രം 5% to 100% ഓഫ് ഓൺ സീഡ് മോൺ ബോക്സസ്. റെയർലി ബൂസ്റ്റ് ഇൻക്രീസ് യുവർ ചാൻസസ് ടു റെയർ മോൺസ് വിത്ത് ബേസിക് സൂപ്പർ അൾട്രാ ബൂസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താണ് അത് വാങ്ങാനുള്ള ഒരു ഓഫർ ഇതിന്ന് കിട്ടുമായിരിക്കും. അപ്പോൾ അത്ര മാത്രമാണ് ഇതിലുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആൾ എബൌട്ട് സീഡ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സീഡ് ബോക്സിനാണ് ഇപ്പോൾ അവർ കൂടുതൽ പ്രാധാന്യങ്ങൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നതെന്നാണ് മനസ്സിലായതുള്ളൂ. അപ്പോൾ ഇഫ് യു ആർ എലിജിബിൾ ഫോർ സീഡ് എയർ ഡ്രോപ്പ് കൺഗ്രാറ്റ്സ്, യു ആർ ഗ്യാരണ്ടഡ് ഫ്രം 1 to a maximum of 15 moon blind box whitelist slot. Before cracking those blind box you need to know what is inside. A unique seed mon is waiting for you. The rare box with the better mon box type common, uncommon, rare, epic and legendary. ഇത് എന്താണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു കിളിൻ്റെ അതേപോലെ തന്നെ കോമൺ, അൺകോമൺ, റെയർ, എപ്പിക്, ലെജൻഡറി എന്ന് പറഞ്ഞിട്ടുള്ള NFTs തന്നെയാണ്. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും വരാനൊന്നും പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ഗെയിമിലേക്ക് പോയിട്ട് ഗെയിമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഇടന്നിട്ടുണ്ട് ന്യൂ എറ ബിഗിൻസ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പുതിയ സീസൺ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ആൾറെഡി കിട്ടിയ ടോക്കൺസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 378.5 സീ ടോക്കൺസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ലിസ്റ്റിംഗ്
അപ്ഡേറ്റ് ഇപ്പോൾ വരും, ഇന്ന് വരും, നാളെ വരും, മറ്റന്ന് വരും എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ നീട്ടി പോകുന്നുണ്ട്. ആദ്യം തന്നെ അവൻ്റെ ആപ്പിലൊക്കെ TG ഈ ഒരു സമയത്താണ്, ടോക്കൺ ജനറേഷൻ വേണ്ടി ഈ സമയത്താണ്, അതാണ് ഇതാണെന്ന് അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവൻ്റെ പുതിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് കിടക്കുന്നുണ്ട്. അവിടെ ആയിരിക്കും മേ ബി നമുക്ക് ഈ ടിക്കറ്റ് ഒക്കെ കിട്ടുക. അപ്പോൾ ടിക്കറ്റ് നമുക്ക് റെഗുലറായിട്ട് എപ്പോൾ കിട്ടും, ഓരോ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഡെയിലി ടിക്കറ്റ് ഹണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ മെയിൻ ആട്രിബ്യൂട്ട് ഫോർ ഈച്ച് മോൺ അഫക്ട് ദ ഹണ്ട് റിവാർഡ് ഇറ്റ് ബ്രിങ് ബാക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ചെക്ക് ന്യൂസ് ഒന്ന് കൊടുത്ത് അവൻ്റെ പേജിലേക്ക് വീണ്ടും പോകും. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരിക്കലും നിങ്ങൾക്ക് മേ ബി കിട്ടില്ല, എന്താ പറഞ്ഞാൽ പൈസ കൊടുക്കേണ്ട ഒരു ഏർപ്പാടാണ്. അപ്പോൾ ഗുഡ് ലക്ക് എന്നൊക്കെ ആയിരിക്കും കൂടുതൽ വരിക. തീർച്ചയായിട്ടും ഗുഡ് ലക്ക് തന്നെയാണ് വന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ്റെ എന്താണ് അവൻ്റെ എയിം എന്ന് നോക്കിയാൽ കൂടുതൽ പൈസ ഇനി അവരുണ്ടാക്കണം, അവൻ്റെ ടോക്കണൊക്കെ ഇത്തിരി വാല്യൂ കൂട്ടാൻ, ഇല്ലെങ്കിൽ വാല്യൂ കൂട്ടിയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തന്നെ പൈസ മേടിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ലക്കി വീലിൽ ഇതുവരെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് താഴെ വന്ന് കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം. ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ള ഈ ഒരു എയർ ഡ്രോപ്പ് സെഷനിലേക്കാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. ബൈ മോൺ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റിൽ കാൽക്കുലേറ്റ് ആണ്. ഇതിൻ്റെ ഫുൾ ഗൈഡ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ നിങ്ങൾക്ക് വായിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇതിൽ അത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അലോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. ഇതിലും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ മാപ്പിൽ 25 ട്രീസ് ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കുന്നുണ്ട്. സീഡ് മോൺസ് ഞാൻ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർ തന്നെ ഫ്രീ ആയി തരാനുള്ളതൊന്നും തന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ മോൺ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗെറ്റ് മോണും അതേപോലെയുള്ള കാര്യത്തിനൊക്കെ ഇവിടെ നിന്ന് ഇത് ഓപ്പൺ ആയാലാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും മാർച്ച് 18-ാം തീയതിയാണ് ഓപ്പൺ ആവുക. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാം. ചെയ്തെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടുകയെന്നുണ്ടെങ്കിൽ അതും കൂടി മിസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ മാർച്ച് 18-ാം തീയതി ഈ മോൺ ബോക്സ് നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അത് ക്ലെയിം ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇട്ട 5 പൈസ പോലും ഇതൊന്നും കിട്ടില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ മോൺ ബോക്സ് ട്രീസ് ഐറ്റംസ് എന്നുള്ള ഒരു പർച്ചേസ് ഭയങ്കര ഒരു ബാഗായിട്ട് അതിൻ്റെ കൂടെ ഒരു മാർക്കറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സീഡ് കൊടുത്തിട്ട് എന്ത് വാങ്ങാൻ പറ്റും, ഈ ഒരു മോൺ ബോക്സ് ഇല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റും, ഇല്ലെങ്കിൽ സ്റ്റാർ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾക്ക് ഇവിടെ എന്തായാലും ഇത് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം സീഡ് ഉണ്ട്, ഇല്ലെങ്കിൽ എത്രത്തോളം എസ്ലവ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മേജറായിട്ട് എന്നാണ് ലിസ്റ്റിങ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനൽ ഞാൻ കയറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടെലിഗ്രാം ചാനൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. ഒരുപാട് ലൂട്ട്സ് ഞാനിപ്പോൾ റീസെൻ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ കുറേ പേര് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളിതിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, പക്ഷേ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് ഈ 170 രൂപ കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വെറുതെ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്തവർക്ക് വല്ലതും കിട്ടുമോ? തീർച്ചയായിട്ടും ഒന്നും കിട്ടില്ല. അപ്പോൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത ആൾക്കാർക്ക് 170 രൂപ കിട്ടും. അപ്പോൾ അക്കൗണ്ട് മോസ്റ്റ്ലി ഓപ്പൺ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഏഞ്ചൽ വണ്ണിന്ന് നിങ്ങൾക്ക് 170 രൂപ കിട്ടും. ആ 170 രൂപ കിട്ടിയത് ഞാൻ കാണിച്ചു തരാം. എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ പൈസ വേണമെന്നുള്ളവർ ചെയ്യുക. അപ്പോൾ 2 മണിക്ക് തന്നെ 170 രൂപ കയറിയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അയാൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തു. ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ ഒന്നും കൊടുക്കണ്ടല്ലോ. നിങ്ങൾ ഈ രജിസ്റ്റർ ചെയ്ത പോലെ തന്നെ അതിനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്നതാണ്. ഒരുപാട് ലൂട്ട്സ് നമ്മുടെ ചാനലിൽ റീസെൻ്റ്ലി കൊണ്ടിട്ടിട്ടുണ്ട്. ഇതിലൊക്കെ കയറി എന്ന് പറഞ്ഞാൽ വിത്തിൻ 7 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ഈ പൈസയൊക്കെ കിട്ടും. അപ്പോൾ എത്രയാണ് 170, അതേപോലെ തന്നെ 300, 320, 400, 400, 500, 600, 700, 800, 1000, 1100 രൂപ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പൈസ ഒന്നും കളയരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. നമുക്കിങ്ങനെ ഒരുപാട് നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കയറുക. അപ്പോൾ സീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ വന്ന് മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.